ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മേക്കിംഗ് വീഡിയോ ആണ്. ഇതേപോലത്തെ കുറച്ച് പോംപോംസ് വാങ്ങിക്കാമെങ്കിൽ, കുറച്ച് അലിഗേറ്റർ ക്ലിപ്സും കൂടി അതിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെയർ ബാൻഡും ടിക് ടാക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു 100 രൂപയ്ക്ക് പോംപോംസ് വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ടിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തു. ഒരു ക്യാൻവാസിൻ്റെ റൗണ്ട് പീസിലേക്ക് ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ പോംപോംസായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളർ കോംബോ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 100 രൂപയുടെ 200 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിച്ചാൽ ഒരുപാട് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പാകത്തിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതേപോലെ ഞാനിവിടെ 6 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ദെൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഓപ്പോസിറ്റ് കളറായിട്ട് മാച്ച് ചെയ്യണത് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ഇതേപോലത്തെ കളേഴ്സൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്ക് കളർ കോംബോ പലതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പോംപോംസിൻ്റെ തന്നെ ഗ്ലിറ്റർ പോംപോംസും അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മറ്റൊരെണ്ണം കൂടി ഇതേപോലെ തന്നെ സെയിം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗമ്മ് ക്ലോത്തിലേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുകയാണ് താഴെ. ഞാനിവിടെ B7000 ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ B7000 ഏത് ഗമ്മ് വേണമെങ്കിലും ഇതിൽ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പോംപോംസ് പോലുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 എണ്ണം ഇവിടെ ഹെയർ ബാൻഡിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ബലത്തിൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴ്വശത്തും എന്ത് ചെയ്യുക, സെയിം റൗണ്ടിൽ തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാൻവാസല്ല, ഇത് ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസസ് ആണ് കേട്ടോ. ക്യാൻവാസോ ഫെൽറ്റ് ഷീറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ താഴെയും ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഇതവിടെ ഒട്ടിക്കിട്ടും. ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു 2 മേക്കിങ്ങും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഹെയർ ബാൻഡ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. 50 രൂപയ്ക്കൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻവാസിൻ്റെ സൈഡ് നിങ്ങൾ അവിടെ കാണുന്നത് കണ്ടില്ലേ? അപ്പോൾ അതൊരു ഭംഗിയല്ലേ വൈറ്റ് കളറിൽ. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോംപോമല്ല, ഇത് പോളനാണ്. പോളൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ പോളൻസൊക്കെ ഇങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഓരോ സൈഡിലും ഞാനിവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദെൻ ഇതോടൊപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള വേറൊരു അലിഗേറ്റർ ക്ലിപ്പും നമ്മൾ ചെയ്യണുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ്. കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായി.
എനിക്കും ഉണ്ടാക്കി തരണേ എന്ന് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായി, കുട്ടികൾ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു അലിഗേറ്റർ ക്ലിപ്പാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണെന്ന് പറയാമെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് പുഴു എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു കുഞ്ഞു പുഴുവിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആയി എന്നറിയില്ല, എൻ്റെ ബുദ്ധിയിൽ തോന്നിയിട്ട് ഞാൻ ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു പോളനാണ്. ഒരു സിംഗിൾ പോളൻ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഒരു പോം എടുത്ത് അതിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഗമ്മ് യൂസ് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ ഫെവി ബോണ്ടാണ്. ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ അതിൻ്റെ ഒരു കൊമ്പ് ആണെന്നുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ശേഷം ഇതൊരു അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ കുറച്ച് സമയം ഉണങ്ങാനൊക്കെ കൊടുക്കണേ. ഞാനിവിടെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അപ്പം ചെയ്യണതാണ്. പിന്നെ കുറച്ച് ഡ്രൈ ആകാൻ സമയം കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആവും. ദെൻ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് B7000 ഗമ്മാണ്. നിങ്ങൾ അത്യാവശ്യം ചെയ്യണവരാണെങ്കിൽ ഒരു B7000, ഫെവി ബോണ്ട്, ഗ്ലൂ ഗണ്ണ് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. ദെൻ ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഹെയർ ബാൻഡിന് മാച്ച് ചെയ്ത് പെയറായിട്ട് ചെയ്യുന്നതുകൊണ്ട് സെയിം കളേഴ്സ് തന്നെയാണ് വെക്കുന്നത്. ഇതേപോലെ 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഐസും കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബ്ലാക്ക് കളർ ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ ഐസ് തന്നെ വാങ്ങിക്കാൻ കിട്ടും, അതുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ത്രെഡ് കൊണ്ട് ചെറുതായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേപോലെ ഇതാ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗത്ത് ഐസ് സെറ്റായിട്ടുണ്ട്. ഇനി മറുവശത്തേക്ക് ഇതേപോലെ സൂചി കൊണ്ടുപോവുക. ഇത് കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഒരു പെയറായിക്കൊക്കെ ചെയ്ത് കാണുമ്പോൾ എന്തായിട്ടും നല്ല സെയിൽസ് കിട്ടും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കണതിൻ്റെ മുൻപും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കമൻറ്റ്സ് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ്സ് അയക്കാൻ പിശുക്കത്തിനൊന്നും കാണിക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേപോലെ കുറച്ചെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത കോംബോയിൽ ചെയ്ത സംഭവങ്ങൾ. അപ്പോൾ ഇതേപോലത്തെ ഹെയർ ബാൻഡും ഒരു 2 എണ്ണം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല സെയിൽ കിട്ടും കേട്ടോ. അതേപോലെ നമ്മൾ 2-3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നത് ലൈക്ക് ചെയ്യണേ. താങ്ക്